ഏറെ ഭക്തിയോടെ ശ്രീ കൈപ്രമ്പുകാവ് ഭഗവതി ക്ഷേത്ര മുന്നിൽ വിശിഷ്ടാതിഥിയായിട്ട് നിൽക്കാൻ സാധിച്ചതിന് ദേവി കടാക്ഷം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ എല്ലാവരോടും ആദ്യം നന്ദി പറയുന്നു. വലിയൊരു വേദിയിലാണ് എന്നെ വിശിഷ്ട മുഖ്യാതിഥിയായിട്ടൊക്കെ ക്ഷണിച്ചിരിക്കുന്നത്. സംഗീത സംവിധായകൻ എന്നുള്ളൊരു പേര് ബഹുമാനപ്പെട്ട കൈതപ്രം സാറൊക്കെ ഇരിക്കുന്ന വേദിയിൽ എന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ചുരുക്കം ചില സിനിമയ്ക്ക് സംഗീത സംവിധാനം നൽകിയിട്ടുണ്ടെന്നല്ലാതെ ആ മേഖലയിൽ വലിയ പ്രാവീണ്യം തെളിയിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓരോ ഗാനങ്ങൾ സംഭവിച്ചു പോകുന്നു. അതിൻ്റെ പിന്നിലൂടെ ഇങ്ങനെ സംഗീത സംവിധായകൻ എന്നുള്ളൊരു പട്ടം അലങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പത്മശ്രീ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവരുടെ ഒപ്പം ഈ വേദിയിലേക്ക് ഇരിക്കാനൊരു അവസരം ഉണ്ടാക്കി തന്ന കൈപ്രമ്പ് കാവ് ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതിയോട് എൻ്റെ നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. ഒരുപാട് ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് സന്തോഷം. ഒരു നവീകരണ കലശ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അതൊരു അനുഗ്രഹമായിട്ട് കരുതാണ്. അതിന് ഇരട്ടി സന്തോഷം ഇന്നലെ സംഭവിച്ച ആ ഒരു ഗാനം നമുക്ക് അമ്പലത്തിലേക്ക് സമർപ്പിക്കാൻ സാധിച്ച അത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതാണ്. ഈ നവീകരണ കലശത്തിൽ അങ്ങനെയും കൂടി ഒരു ഭാഗവാക്കാകാൻ സാധിച്ചത് കിഷോറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിനൂടെ എനിക്ക് അങ്ങനെയും കൂടി ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഏറെ സന്തോഷമുണ്ട് ഈ വേദിയിലിരിക്കുമ്പോൾ. ഞാൻ ആദ്യം എന്തായാലും എനിക്കധികം സംസാരിക്കാനുള്ളൊരു വേദിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ വ്യക്തികളും ഒരുപാട് പരിചയസമ്പത്തുള്ള ആളുകൾക്ക് ഇടയിലാണ് ഞാൻ ഈ ചെറിയ വയസ്സും ചെറിയ പരിചയങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ദീർഘ സംഭാഷണം നടത്തുന്നതിൽ ഒരു അർത്ഥമില്ല. ഞാൻ ഇന്നലെ സമർപ്പിച്ച ആ പാട്ടിൻ്റെ ഒരു 4 വരി ആദ്യം പാടാൻ ശ്രമിക്കുകയാണ്. ശ്രീ മാധവൻ കിഴക്കേടത്താണ് അത് രചിച്ചത്. ഞാൻ സംഗീതം ചെയ്ത് ആലപിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. കണ്ണൊഴിഞ്ഞു കാത്തിടുന്ന കാളിമേഘരൂപിണി കൈതൊഴുന്നൊരാശ്രിതരെ കൈവിടാത്തുരംബികെ കൈപ്പെഴുന്ന ജീവദുഃഖമോഹമൊക്കെ നീങ്ങുവാൻ കൈപ്പറമ്പു കാവിലെഴുന്നമ്മയെ തൊഴുന്നു ഞാൻ. ഇന്ദുകാന്തധാരയിൽ നിറഞ്ഞ മന്ദഹാസവും താരകങ്ങൾ മിന്നിടുന്ന സുന്ദരാംഗഹാരവും കണ്ടുണർന്നു നിത്യവും മനസ്സു ശുദ്ധമായിടാൻ കൈപ്പറമ്പു കാവിൽ വാഴും ദേവിയെ നമിപ്പു ഞാൻ. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു 4 വരി അമ്പലത്തിലേക്ക് സമർപ്പിക്കാൻ സാധിച്ചതിൽ. അതുപോലെ എനിക്ക് മറ്റൊരു സന്തോഷം ഈ വേദിയിൽ പങ്കിടാൻ വളരെയധികം ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നത് ശ്രീ മോഹൻ സിത്താര സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൂടെ ഹാർമോണിയം പിടിച്ച് അദ്ദേഹത്തിൻ്റെ കമ്പോസിങ് വേളയിൽ പാട്ട് പാടാനായിട്ട് ഈ കമ്പോസിങ് റൂമുകളിൽ ഇരുന്ന് ചിട്ടപ്പെടുത്തുന്ന സമയത്തൊക്കെ എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ആ വ്യക്തിയോട് വലിയൊരു കടപ്പാടാണ് എനിക്ക് ജീവിതകാലം മുഴുവനുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്നെക്കൊണ്ട് ആദ്യമായിട്ടൊരു സിനിമയിൽ പാടിക്കുന്നത് യുഗപുരുഷൻ എന്നുള്ളൊരു സിനിമയിലാണ്. ആ സിനിമയിൽ ദാഹിക്കുന്നു ഭഗിനി എന്ന് പറഞ്ഞ കുമാരനാശാൻ്റെ കവിതയാണ് ഞാൻ അതിൽ സ്ട്രെയിറ്റായിട്ട് പാടിയിട്ടുള്ളത്. പക്ഷേ എന്നെക്കൊണ്ട് ആദ്യം പാടിക്കുന്നത് ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവർകൾ, നമ്മുടെ ഈ വിശിഷ്ട വേദിയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വരികളാണ് എനിക്ക് ആദ്യം
ഒരു സിനിമയിൽ ട്രാക്ക് പാടാനായിട്ട് ലഭിച്ചിട്ടുള്ളത്. അത് വലിയൊരു കാര്യമായിട്ട് ഞാനിപ്പോൾ ഈ വേദിയിലിരിക്കുമ്പോൾ എനിക്കത് വലിയൊരു സന്തോഷമായിട്ട് കരുതാണ്. അപ്പോൾ ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. അതിന് ശേഷമാണ് എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാട്ട് പാടാൻ പറ്റിയത്. ഈ പാട്ട് ശരിക്കും സിനിമയിൽ പാടിയത് ശ്രീ KJ യേശുദാസ് സാറാണ്. അപ്പോൾ അതിന് ട്രാക്ക് പാടാനായിട്ട് കൈതപ്പുറം സാർ എഴുതിയതിന് ശേഷം എന്നെ കൊണ്ട് മോൻസിത്താര സാർ അത് പാടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ആദ്യ ഗാനം എനിക്ക് അദ്ദേഹത്തിൻ്റെ വരികൾ പാടി തുടങ്ങാൻ സാധിച്ചത്. അത് ഈ വേദിയിലിരിക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. ഈ വേദിയിലിരിക്കാൻ അതെന്തായാലും അതിൻ്റെ ഒരു 2 വരി എന്തായാലും ഞാൻ പാടാം. ഒരു മതവുമന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നുമരുളുവാൻ യുഗപുരുഷനായി നെഞ്ചിലറിവിൻ്റെ നേരായി വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ. വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ. ഒരു മതവുമന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നുമരുളുവാൻ